ബി.ജെ.പിക്ക് പുറമെ കോൺഗ്രസിനകത്തും ആർ.എസ്.എസിന്റെ ആളുകളുണ്ടോ? ഈ ചോദ്യം ചോദിക്കുന്നത് തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ കോൺഗ്രസിന്റെ ഘടകകക്ഷിയായ സഖ്യകക്ഷിയായ DMK-യുടെ നേതാക്കളാണ്. അവർ പ്രധാനമായ വിമർശനം നടത്തുന്നത് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനുയായിയുമായ പ്രവീൺ ചക്രവർത്തിക്ക് നേരെയാണ്. കാരണം പ്രവീൺ ചക്രവർത്തി തമിഴ്നാട് സർക്കാരിനെയും UP സർക്കാരിനെയും ഡാറ്റകളിലൂടെ അദ്ദേഹം താരതമ്യം ചെയ്തു എന്നുള്ളതാണ് DMK-യുടെ ഒരു പ്രധാനപ്പെട്ട വിമർശനം. കാരണം ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധി BJP-ക്കെതിരായിട്ടും BJP സർക്കാരുകൾക്കെതിരായിട്ടും അതിശക്തമായ വിമർശനം നടത്തുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ അനുയായിയായ പ്രവീൺ ചക്രവർത്തി അദ്ദേഹം തമിഴ്നാട്ടിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായ അദ്ദേഹം BJP സർക്കാരിനെ UP-യിലെ സർക്കാരിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് തങ്ങളുടെ സർക്കാരിനെ വിമർശിക്കുന്നത് എന്നാണ് DMK-യുടെ ആരോപണം. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ PCC പ്രസിഡന്റ് സെൽവ പെരുന്തകയും ഇദ്ദേഹത്തെ പ്രവീൺ ചക്രവർത്തിയെ അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുകയാണ്. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഉറ്റ അനുയായി ആണെന്ന് അറിയപ്പെടുന്ന ഒരു നേതാവിനെതിരെ കോൺഗ്രസിലെയും അതേപോലെ തന്നെ DMK-യിലെ നേതാക്കൾ പരസ്യമായിട്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് പ്രവീൺ ചക്രവർത്തി പറഞ്ഞത്? പ്രവീൺ ചക്രവർത്തി തമിഴ്നാട്ടിലെ DMK സർക്കാരിന്റെ കീഴിൽ തമിഴ്നാടിന്റെ സാമ്പത്തിക സ്ഥിതി പിറകോട്ട് പോകുന്നതിനെ അദ്ദേഹം അതിന്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ അതിന്റെ ഒരു ആഴം അദ്ദേഹം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഇന്ത്യയിലെ വായ്പ അധികം വാങ്ങിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നത് UP ആയിരുന്നെങ്കിൽ 2010 UP ആയിരുന്നു ഏറ്റവും അധികം കടക്കണിയിൽപ്പെട്ട സംസ്ഥാനം. ഇന്നത് തമിഴ്നാടായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് ചക്രവർത്തിയുടെ വിമർശനം. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും DMK-യെ ചൊടിപ്പിക്കും. കാരണം DMK-യുടെ ഭരണത്തിൽ തമിഴ്നാട് കടക്കണിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന സമയത്ത് അത് സ്വാഭാവികമായും അത് ക്ഷീണം DMK-ക്ക് തന്നെ ഉണ്ടാവും. പക്ഷെ അദ്ദേഹം പരാമർശിക്കുന്നത് UP വളരെയധികം മുമ്പോട്ട് വന്നു എന്നുള്ളതാണ്. കാരണം മുമ്പ് UP ആയിരുന്നു, ഇപ്പൊ അത് തമിഴ്നാട് ഏറ്റെടുത്തു എന്ന് പറയുന്ന സമയത്ത് UP വളരെ മുന്നോട്ട് വന്നു. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് യോഗി ആദിത്യനാഥ് സർക്കാരിനെ പ്രകീർത്തിക്കുകയാണ് ആര് ചെയ്തിരിക്കുന്നത്? കോൺഗ്രസ് നേതാവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് DMK നേതാക്കൾ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ RSSന്റെ ഏജന്റുമാർ RSSന്റെ ആളുകൾ BJP-യിലുള്ളത് സ്വാഭാവികമാണ്, അത് കോൺഗ്രസിലും എത്തിയോ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അതേപോലെ തന്നെ വിജയുമായിട്ട് ധാരണയുണ്ടാക്കാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിക്കുന്നു എന്നൊരു ആരോപണമുണ്ട്. കാരണം ഇപ്പോൾ തമിഴ്നാട്ടിൽ DMK-യുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയാണ് ഭരിക്കുന്നത്. കോൺഗ്രസിന് എന്തെങ്കിലും സീറ്റ്, ലോക്സഭാ സീറ്റും നിയമസഭാ സീറ്റും ഒക്കെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് DMK-യുടെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. നേരത്തെ കാമരാജൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസ് വലിയൊരു പാർട്ടിയായിരുന്നു തമിഴ്നാട്ടിൽ. അന്ന് ദ്രാവിഡ പാർട്ടികളോടൊക്കെ വെല്ലുവിളിക്കാൻ പറ്റിയ ഒരു പാർട്ടിയായിരുന്നു. പക്ഷെ ഇന്ന് പൂർണ്ണമായിട്ടും ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസ് DMK-യുടെ കീഴിലുള്ള ഒരു ഘടകകക്ഷി മാത്രമായിട്ട് മാറിയിരിക്കുന്നു. അവിടെ നിന്ന് അതിനെ മാറ്റി കൊണ്ടുവന്ന് TVK പാർട്ടിയുമായിട്ട് സഖ്യം ഉണ്ടാക്കാനാണ് ചക്രവർത്തിയെ പോലുള്ള ആളുകൾ ശ്രമിക്കുന്നത്. അതിനെതിരായിട്ടാണ് PCC പ്രസിഡന്റും അതേപോലെ തന്നെ DMK ഘടകവും രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു വിഷയം തങ്ങളുടെ പാർട്ടിയെ DMK-യെ നിയന്ത്രിക്കാൻ വേണ്ടി അല്ലെങ്കിൽ DMK-യിൽ നിന്ന് കോൺഗ്രസിനെ അകറ്റാൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ, തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ BJP-യുമായിട്ടാണ് സഖ്യമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ BJP-യുടെ ആളുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്, RSSന്റെ ഏജന്റുകളായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് DMK-യുടെ ആരോപണം.